ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റിനായി മതിയായ രേഖകൾ ദേവസ്വം ബോർഡ് നൽകിയില്ല എന്ന് ഹൈക്കോടതി. ദേവസ്വം ബോർഡ് നൽകിയ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട്. അയ്യപ്പ സംഗമത്തിന് കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ചു. ദേവസ്വം ബോർഡിന് സാമ്പത്തിക അച്ചടക്കമില്ലെന്നും ഹൈക്കോടതിയുടെ വിമർശനം. കണക്കിലെ പൊരുത്തക്കേട് പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാനാകുമെന്നും കോടതി ചോദിച്ചു. ഇക്കാര്യം ഓഡിറ്റർ 10 ദിവസത്തിനകം അറിയിക്കണമെന്നും നിർദ്ദേശം. ഷബ്നയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, ആദ്യം മുതൽ തന്നെ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ സാമ്പത്തിക ക്രമക്കേടുണ്ട് എന്നുള്ള വിമർശനം, ആരോപണം എല്ലാം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഇക്കാര്യം തന്നെ കോടതി ചോദിക്കുന്നു എന്നുള്ളതാണ്. പൊരുത്തക്കേടുണ്ട് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ എന്താണ് കോടതി ഇക്കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്നാൽ ഓഡിറ്റിനായി മതിയായ രേഖകൾ ദേവസ്വം ബോർഡ് നൽകിയില്ല എന്ന് ഓഡിറ്റർ നേരത്തെ തന്നെ കോടതിയിൽ അറിയിച്ചിരുന്നു. ഇക്കാര്യം ഇന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുണ്ട് എന്ന് കോടതി ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നതാണ്. അതിപ്പോഴും വീണ്ടും ആവർത്തിക്കുകയാണ്. അയ്യപ്പ സംഗമത്തിന് കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ തുകയാണ് ചിലവഴിച്ചത് എന്ന് കോടതി തന്നെ പറയുന്നു. വ്യക്തമായ കാരണങ്ങളില്ലാതെ സംഗമത്തിന്റെ ബജറ്റിൽ മാറ്റം വരുത്തി എന്ന ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം ബജറ്റ് നിശ്ചയിച്ചിരുന്ന ആ തുകയിൽ നിന്നും കൂടുതൽ തുക ചിലവഴിച്ചു എന്നാണ് കോടതി പറയുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചാണ് ഇത്തരത്തിലുള്ള പരാമർശം ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കണക്കിലെ പൊരുത്തക്കേട് പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാനാകും എന്ന കാര്യം അറിയിക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ അറിയിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇതിൽ ഇപ്പോൾ കോടതി മറ്റു കാര്യം പറയുന്നത് ഈ ഒരു ദേവസ്വം ബോർഡിന് അച്ചടക്കമില്ല എന്നതടക്കമുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ദേവസ്വം ബോർഡ് തന്നെ മറുപടി പറയേണ്ടിയും വരും ഈ ഒരു സമയത്ത്. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഇതിലൊരു മറുപടി പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ദേവസ്വം ബോർഡിനെതിരെ ദേവസ്വം ബെഞ്ച് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് സാമ്പത്തിക അച്ചടക്കം സംബന്ധിച്ചാണ്. അതോടൊപ്പം തന്നെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഓഡിറ്റർ ആവശ്യപ്പെട്ട രേഖകൾ ഒന്നും തന്നെ ദേവസ്വം ബോർഡ് നൽകിയിരുന്നില്ല എന്ന വിമർശനം നേരത്തെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലും സമാനമായ കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ വീണ്ടും കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാനാകുക എന്നത് സംബന്ധിച്ച് കൃത്യമായി അറിയിക്കണം എന്ന് പറയുന്നു. കണക്കുകൾ പരിശോധിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും വൗച്ചറോ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ നൽകാൻ ബോർഡ് തയ്യാറായിട്ടില്ല എന്നായിരുന്നു ഓഡിറ്ററുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ബില്ലുകൾ പരിശോധിക്കാൻ ദേവസ്വം കമ്മീഷണർ, അക്കൗണ്ട് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ എന്നിവരടങ്ങുന്ന ടാക്സ് ഫോഴ്സിനെ നിയോഗിച്ചിട്ടുണ്ടെന്നും കൂടുതൽ സമയം വേണമെന്നും ബോർഡ് നേരത്തെ തന്നെ കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസത്തെ പരിപാടിക്ക് 3 മാസത്തിലേറെ സമയം നൽകി എന്നതായിരുന്നു കോടതിയുടെ വിമർശനം. കഴിഞ്ഞ തവണ കോടതി ഇത്തരത്തിലുള്ള കർശനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. തെറ്റായ കണക്കുകളോ വ്യാജ രസീതുകളോ നൽകുന്നത് ഗൗരവമായ കുറ്റകൃത്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിശബ്ദത പാലിക്കാൻ പറ്റില്ല എന്ന് ദേവസ്വം ബെഞ്ച് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സമാനമായ വിമർശനം ഇന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ശരി ഷബ്ന.